എല്ലാവർക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. നമ്മളിന്ന് എബ്രായ ലേഖനത്തിൻ്റെ പഠനത്തിൽ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 20 വരെ വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. സ്നേഹവാന ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഒരു സമയം കൂടി കർത്താവ് ഞങ്ങൾക്ക് നൽകിയതിന് ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ അതിൻ്റെ സത്യസന്ധതയോടുകൂടി ഞങ്ങൾക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും സഹായിക്കുന്നുണ്ട്. ഇതിലൂടെ എല്ലാം ഞങ്ങളുടെ മനസ്സ് ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുവാൻ, അങ്ങയുടെ ഹിതം, അങ്ങയുടെ സ്വർഗീയ മനസ്സ് കർത്താവെ ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ഭൂമിയിൽ കടന്നു പോകുമ്പോഴൊക്കെയും പിതാവെ ഞങ്ങളുടേതായ ഹിതമനുസരിച്ചല്ല, സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കുവാൻ, അങ്ങനെ അങ്ങേക്ക് പ്രസാദമായ ഒരു ജീവിതമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അങ്ങ് ഞങ്ങളോട് ആശയവിനിമയം ചെയ്തിരിക്കുമ്പോൾ ഞങ്ങളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ അങ്ങേക്ക് സ്വീകാര്യരായ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിന് നന്ദി, അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുന്നതിന് നന്ദി, ദീർഘക്ഷമയോടുകൂടി ഞങ്ങളെ വഴി നടത്തുന്നതിന് ദൈവത്തിന് സ്തുതിക്കുന്നു. എല്ലാവരെയും സഹായിക്കണം. കർത്താവിന്റെ ഇഷ്ടം യേശുമാർ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കൃപയുടെ കേൾക്കണം പിതാവേ, ആമേൻ. അപ്പം നമ്മൾ ഈ ഭാഗത്ത് ആദ്യം നമ്മൾ കണ്ടത് എബ്രായ ലേഖനത്തിലെ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കാണുകയുണ്ടായി. ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവൻ്റെ തിരഞ്ഞെടുപ്പാണ് പാപം എന്നുള്ളത്. അത് വേണോ വേണ്ടേ എന്നുള്ളത് അത് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളാണ്, തിരഞ്ഞെടുപ്പുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. അതുകൊണ്ട് വ്യക്തമായിട്ട് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ അവൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റി വീഴ്ച വന്നു അവൻ അതിൽ നിന്ന് മാനസാന്തരപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് തന്നെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. മത്തായി 1-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്ന പോലെ തൻ്റെ ജനത്തിൻ്റെ പാപത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത് തന്നെ. അവൻ നമുക്ക് വേണ്ടി ക്രൂശിതനായത്, യാഗമായി തീർന്നത്, വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത് അവൻ്റെ സ്വന്തം മകനും മകളും ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്രത്യാശയുണ്ട്, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവൻ്റെ ഏക ലക്ഷ്യം. അപ്പം അതുകൊണ്ട് ഇവിടെ ഇതെല്ലാം സംഭവിച്ചിട്ടും യോഹന്നാൻ 3-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അവിടെ പറയുന്നത് പോലെ, ന്യായവിധി എന്നതോ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനം, തിരഞ്ഞെടുപ്പ്. അതായത് വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. മനുഷ്യനെ രക്ഷിക്കാനുള്ള പദ്ധതികൾ ഇതെല്ലാം ദൈവം ചെയ്തു. വെളിച്ചം, ഇരുട്ടിൽ കിടക്കുന്ന മനുഷ്യന് വെളിച്ചം വന്നു. ദൈവം വെളിച്ചം, ലോകത്തിന്റെ പ്രകാശമായി യേശു വന്നു. ഇരുട്ടിലിരിക്കുന്ന മനുഷ്യൻ വെളിച്ചം കണ്ടു. പക്ഷെ ദൈവം വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെയെന്ന് യോഹന്നാൻ 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തിരഞ്ഞെടുപ്പാണ്, മനുഷ്യന് തിരഞ്ഞെടുപ്പാണ് അവൻ അവസാനം നിത്യ ശിക്ഷാവിധിയിലേക്ക്, നിത്യ നരകത്തിലേക്കും പോകാൻ അവനെ ഇടവരുത്തുന്നത് എന്നാണ് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടത്. അതായത് എബ്രായ ലേഖനത്തിന്റെ 6-ാം അധ്യായം നമ്മൾ 8-ാം വാക്യം വരെ നമ്മൾ കണ്ടത് അതാണ്. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതും ആകുന്നു, ചുട്ടുകളയത്രേ അതിന്റെ അവസാനം എന്ന് കാണാം. 1 യോഹന്നാൻ 5:16 വാക്യത്തിൽ നമുക്ക് കാണാം, മരണത്തിനുള്ള പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപമുണ്ട്.
നമ്മൾ ചിന്തിക്കും, എന്താണ് മരണത്തിനുള്ള പാപം? മരണത്തിനല്ല. അപ്പൊ പാപം ചെയ്ത കുഴപ്പമില്ലേ? അങ്ങനെയാണ്. മരണത്തിനല്ലാത്ത പാപമുണ്ട്. അപ്പൊ ഏതെങ്കിലും പാപം ചെയ്തുകൊണ്ടിരുന്നാൽ മരിക്കാതിരിക്കാൻ തക്കൊണ്ടുള്ള പാപമുണ്ടോ? അതല്ല അതിൻ്റെ അർത്ഥം. ശരിക്കും അവിടെ പറയണത് സഹോദരൻ, അതായത് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 17-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഏത് അനീതിയും പാപമാണ്, ഏത് അനീതിയും പാപമാണ്, മരണത്തിനല്ലാത്ത പാപമുണ്ട് തന്നെ. എന്തുകൊണ്ടാണ് മരണത്തിൽ അല്ലാത്തതായ പാപം എന്ന് പറയാൻ കാരണം? അതായത് ഉദാഹരണത്തിന് അവിടെ പറയുന്നുണ്ട്, സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം. എന്തുകൊണ്ടാണ് മരണത്തിനല്ലാത്ത പാപം കണ്ടാൽ അപേക്ഷിക്കുക എന്ന് പറയുന്നത്? പിന്നെ താഴേക്ക് പറയുന്നത്, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപം ഉണ്ട്. അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഇവിടെ പറയുന്നത്, സഹോദരൻ മരണത്തിനല്ലാത്ത അല്ലെങ്കിൽ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് കണ്ടാൽ അപേക്ഷിക്കുക എന്ന് പറയും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു സഹോദരൻ അദ്ദേഹം ഒരു തെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മദ്യപിക്കുന്നതോ പുകവലിക്കുന്നതോ വേറെ എന്തോ ആട്ടെ, അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരു സഹോദരൻ കണ്ടു എന്ന് വിചാരിക്കുക. അദ്ദേഹം ആ ചെയ്യുന്ന കാര്യം ഈ സഹോദരൻ കണ്ടിട്ട് ആ സഹോദരനോട്, സഹോദര അത് തെറ്റാണ്, നിന്റെ ജീവിതത്തെ അത് ബാധിക്കും, ദൈവത്തിൽ നിന്ന് നീ അകലുവാൻ ഇടയാകും, അത് നിനക്ക് നിത്യത നഷ്ടപ്പെടുവാൻ ഇടയാകും, ദൈവത്തോടാണ് നീ അത് ചെയ്യുന്നത്, നീ അതുകൊണ്ട് അതിൽ നിന്ന് തിരിയണം, നീ വിട്ടുമാറണം, നീ മാനസാന്തരപ്പെടണമെന്ന് അദ്ദേഹം പറയുകയും അതോടൊപ്പം തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവത്തോട് പ്രാർത്ഥിക്കണം, അതോടൊപ്പം തന്നെ ആ സഹോദരനോട് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. അദ്ദേഹത്തിന്റെ തെറ്റ് ഓർമ്മപ്പെടുത്തി തിരുത്തി കൊടുക്കുക, തിരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് പറയുകയും ചെയ്യണം. അപ്പോ ആ വ്യക്തി തന്റെ സഹോദരനെ പറഞ്ഞു കേട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്ന പോലെ, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. അപ്പം ദൈവഹിത പ്രകാരമുള്ള ഒരു ദുഃഖം ഉണ്ടായി അദ്ദേഹത്തെ യഥാർത്ഥത്തിലുള്ള മാനസാന്തരത്തിലേക്ക് തിരിക്കാനിടയാകും. ലോകത്തിന്റെ ദുഃഖമോ ഇല്ലെങ്കിൽ ലോകത്തിൻ്റെതായ ആ ഒരു ഇല്ലെങ്കിൽ സാധാരണ ആളുകൾ കരയുന്നു. ഉദാഹരണത്തിന് യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു, അനുദപിച്ചു, പോയി തൂങ്ങിച്ചത്തു. പത്രോസ് അതേ രാത്രിയിൽ തന്നെ കർത്താവിനെ തള്ളിപ്പറഞ്ഞു, പക്ഷേ കരഞ്ഞു. ദൈവഹിത പ്രകാരമുള്ളൊരു ദുഃഖം, അദ്ദേഹം ആ കരച്ചില്, അദ്ദേഹത്തിന്റെ ആ ദുഃഖം, വേദന, അദ്ദേഹം മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് വീണ്ടും യേശുവിനായി ജീവിക്കാൻ തീരുമാനമെടുത്ത് തെരഞ്ഞെടുപ്പെടുത്തതാണ്. യഥാർത്ഥത്തിലുള്ള ഒരു മാനസാന്തരത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ യോഹന്നാനിൽ പറയണ, 1 യോഹന്നാൻ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്ന പോലെ, സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ, എന്നുവെച്ചാൽ സഹോദരന്മാരെ ആരും കണ്ടിട്ട് പറഞ്ഞു കൊടുത്താൽ അദ്ദേഹത്തോട് പറയുകയും ചെയ്യണം, ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അദ്ദേഹം സ്വീകരിച്ചാൽ, മാനസാന്തരപ്പെട്ടാൽ, ദൈവികമായ ഒരു മാനസാന്തരം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ, ദൈവഹിത പ്രകാരമുള്ള ദുഃഖത്തോടുകൂടി ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ, അത് അദ്ദേഹത്തെ സംബന്ധിച്ചത് മരണത്തിനല്ലാത്ത പാപം. അതേ സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടും വീണ്ടും ആ വ്യക്തി അതേ വഴിയിൽ തന്നെ പോവുകയാണെങ്കിൽ അദ്ദേഹം നിത്യശിക്ഷാവിധിയിലേക്ക് പോവുകയാണ്. എന്നേക്കും കർത്താവിൽ നിന്ന് എന്നേക്കും വേർപെട്ട് നിത്യമായ ശിക്ഷാവിധി എന്ന നിത്യമായ നാശമെന്ന ആ ശിക്ഷാവിധി അനുഭവിക്കും. അവിടെ 2 തെസ്സലോനിക്ക 1-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, കർത്താവ് വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ, ദൈവത്തെ അറിയാത്തവർക്കും സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടെ മഹത്വവും വിട്ടാകുന്ന നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അതാണ് മരണത്തിനുള്ള പാപമാണത്. അതേസമയത്ത് അവന്റെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ടാലും ആ പാപം മൂലം അദ്ദേഹം നിത്യമായ ശിക്ഷാവിധിയിലേക്ക് പോകാതെ ദൈവം അവനോട് ക്ഷമിക്കുന്നു.
മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവം അവനോട് ക്ഷമിക്കും. അതാണ് മരണത്തിന് അല്ലാത്ത പാപം. അപ്പൊ അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിലുള്ള ഒരു മാനസാന്തരം ദൈവം ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ അതിന്റെ 17 വാക്യത്തിൽ കാണാം, ഏത് അനീതിയും പാപമാണ്. അനീതിയെല്ലാം തന്നെ പാപമാണ്. പക്ഷെ 18-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. കാരണം ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു പുതിയ സൃഷ്ടി എന്ന നിലയിൽ അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുകയാണ്. അവൻ ദൈവത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവന് ആരും പാപം ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ പാപം സ്വഭാവമാക്കി മാറ്റുന്നില്ല, പാപം ഒരു പരിശീലനമാക്കി മാറ്റുന്നില്ല അവന്റെ ജീവിതത്തിൽ. എന്നിട്ട് പറയണം, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് നമ്മളെ ജനിപ്പിച്ചത് ഇഷ്ടം പോലെ നടക്കാനല്ല നമുക്ക്. അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നില്ല, കാരണം ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്. അപ്പം എത്രമാത്രം സംരക്ഷണത്തിലും പ്രൊട്ടക്ഷനിലുമാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കണമെന്ന് അവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കണം. നാം ദൈവത്തിൽ നിന്ന് അത് 19-ാം വാക്യത്തിൽ 1 യോഹന്നാൻ 5:19 കാണാം, നാം ദൈവത്തിൽ നിന്ന് ദൈവത്തിനുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. നാം ദൈവത്തിനുള്ളവർ എന്ന് നാം അറിയുന്നു. എങ്ങനെയാണ് നാം ദൈവത്തിനുള്ളവർ എന്നറിയുന്നത്? അവന്റെ ഇഷ്ടം നാം ചെയ്യുമ്പോൾ. അപ്പം ഇവിടെ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെതായ സന്ദേശങ്ങൾ മനുഷ്യനെ അവന്റെ പാപ വഴികളിൽ നിന്ന് വേർപെടുത്തി ഇരുട്ടിൽ നിന്ന് മനുഷ്യൻ വെളിച്ചത്തിലേക്ക് വന്ന് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് ജീവിക്കുന്നത്. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി ജീവിക്കേണ്ടതിന് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്തിന്റെ നടുവിൽ, ഇങ്ങനെയുള്ള ഒരു ലോകത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ, അവന്റെ വചനങ്ങളെ അനുസരിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ ജീവിതം ഫിലിപ്പി ലേഖനത്തിലാണ് നമ്മൾ ആ വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ വായിക്കുമ്പോൾ കാണിച്ചിരിക്കുന്നത് നമുക്കൊരു തെരഞ്ഞെടുപ്പാണ്. ഈ ജീവിതത്തിലേക്ക്, ഇപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്ക് നാം ദൈവത്തിന്റെ മുമ്പിൽ, ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നമ്മളെ വിളിച്ചിരിക്കുന്ന, വിളിക്ക് യോഗ്യമായി വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി നമ്മൾ ഓടുക എന്നുള്ളതും പ്രകാശിക്കുക എന്നുള്ളതും ഒരു മനുഷ്യന്റെ തെരഞ്ഞെടുപ്പാണ്. ഒരു വ്യക്തിയുടെ അവന്റെ സ്വന്തം ജീവിതത്തിൽ അവൻ ദൈവത്തിനായി ജീവിക്കാൻ എടുക്കുന്ന തീരുമാനം, തെരഞ്ഞെടുപ്പാണത്. അതേപോലെ പാപവഴിയിലേക്ക് പോകുന്നതും ഒരു തീരുമാനമാണ്, തെരഞ്ഞെടുപ്പാണ്. രണ്ടിനും അനന്തരഫലം പുറകെ വരുന്നുണ്ട്. നാം സത്യസന്ധരായി ജീവിക്കുമ്പോഴും അതിനുള്ള പ്രതിഫലം പുറകെ വരികയാണ്. നാം പാപവഴികളിലൂടെ ദൈവത്തിനെ വിട്ടുകൊണ്ട് നമ്മൾ സഞ്ചരിച്ചാൽ അതിൻ്റെയും അനന്തരഫലം പുറകെ വരികയാണ്. അതാണ് നമ്മൾ ഈ വാക്യങ്ങളെല്ലാം ഓർപ്പിക്കുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 20 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. കാരണം കഠിനമായ കാര്യങ്ങളാണ് ഇതുവരെ സംസാരിച്ചത്. കാരണം ഒരു വ്യക്തി പോലും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ആരും നശിച്ചു പോകാതിരിക്കാൻ ദൈവം ആഗ്രഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആരും നശിച്ചു പോകാതെ.
2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ അത് അവിടെ പറയണതാണ്. ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. ദൈവത്തിന്റെ ദീർഘക്ഷമയാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്. ആ ദീർഘക്ഷമയിലൂടെ കടന്നു പോകണം. നമ്മളെ ഓരോ പ്രാവശ്യം നമ്മളെ ചെത്തി വെടിപ്പാക്കാൻ ഒരു മുന്തിരി വള്ളി, സാക്ഷാൽ മുന്തിരി വള്ളിയായ ക്രിസ്തുവിനോട് ഒട്ടിച്ചു ചേർക്കപ്പെട്ട കൊമ്പുകളാണ് നമ്മൾ കൂടുതൽ ഫലം കായ്ക്കുവാൻ ചെത്തി ഒരുക്കുകയാണ്. ഫലം കായ്ക്കാത്തതിനെ വെട്ടിക്കളയും. അപ്പൊ ഫലം കായ്ക്കാൻ കൂടുതൽ ചെത്തി വെടിപ്പാക്കുകയാണ്. ക്രിസ്തു എന്ന ആ തലയോളം നമ്മൾ വളരാൻ വേണ്ടിയിട്ട് റോമർ 8:29 പറയണ പോലെ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു ദൈവം. അവൻ നടന്നതുപോലെ നടക്കാൻ 1 യോഹന്നാൻ 2:6 പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. അവൻ നമുക്കൊരു കാൽച്ചോട് വെച്ചിട്ട് പോയിരിക്കുന്നു. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ കാണാം. 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ നടന്നതുപോലെ നടക്കാൻ ഒരു കാൽച്ചുവട് നമുക്ക് വേണ്ടി വെച്ചിച്ചു പോയിരിക്കുന്നു. നമ്മൾ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുക എന്നുള്ളതാണ് പിതാവിന്റെ ഇഷ്ടം, സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന്റെ ഇഷ്ടം. ആ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു തന്നെ ലോകത്തിലായിരിക്കുമ്പോൾ പറഞ്ഞു, യോഹന്നാൻ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 48-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. കാരണം നമ്മൾ ഒരിക്കൽ ഇരുട്ടായിരുന്നു. എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞ പോലെ മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാണ്. കൊലോസ്യ ലേഖനം 1:13 പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്ന പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകാൻ പറയും. മുമ്പേ നമ്മൾ ഇരുളായിരുന്നു. അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്ന് നമ്മളെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഫലം കായ്ക്കാൻ, ക്രിസ്തുവിനെ പോലെ അനുരൂപരാകുവാൻ, അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ, അവൻ നടന്ന പോലെ നടക്കുവാൻ, ആ കാഴ്ചയോട് പിന്തുടരുവാൻ, നടന്ന വഴിയിൽ അവനെ പോലെ ആയിത്തീരാൻ. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്. സത്യസന്ധരായിരിക്കുന്നവരെ സംബന്ധിച്ച് ഇവിടെ പറയണം 9-ാം വാക്യം, എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. കാരണം പ്രബോധനം കൈക്കൊള്ളുന്നവരെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അത് സന്തോഷത്തോടെ കേട്ട്, കർത്താവ് പഠിപ്പിച്ച പോലെ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട ആ വിത്ത്, അത് വചനം കേൾക്കുന്ന ഹൃദയമാണ്. സന്തോഷത്തോടെ കേട്ട് ക്ഷമയോടെ ഫലം കായ്ക്കുന്നു. എൻ്റെ നല്ല ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് രൂപമാറ്റം, ഒരു ചിത്രശലഭത്തെ പോലെ ഒരു പുഴുവായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച് ഒരു മനോഹരമായ ചിത്രശലഭമായി അത് പറന്നുയർന്ന പോലെ പാപിയായ മനുഷ്യൻ, ഇരുട്ടിൽ കിടന്ന മനുഷ്യൻ, ദൈവം അവന്റെ പാപിയായ മനുഷ്യനെ കുഴിച്ചു മൂടി അടക്കം ചെയ്തു. സ്നാനത്തിൽ അവനെ അടക്കം ചെയ്തു. ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റു. ഒരു ചിത്രശലഭത്തെ പോലെ തികച്ചും ഒരു പുതിയ സൃഷ്ടിയാണ്. അതാണ് നമ്മളെ റോമലേഖനം 6-ാം അധ്യായത്തിൽ കാണിച്ചു തരുന്നത്. തികച്ചും ഒരു പുതിയ സൃഷ്ടിയായി മാറ്റുകയാണ് ദൈവം. പഴയത് കഴിഞ്ഞുപോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:17 കാണാം. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവരത് കേൾക്കുകയും അത് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ഗ്രഹിച്ച് അതിനനുസരിച്ച് ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നു വിശ്വസിക്കുന്നു.
അവർ കർത്താവിലേക്ക് വന്നപ്പോൾ അവർക്കൊരു ഫലമുണ്ടായിരുന്നു. ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് ചിലപ്പോൾ പോകാം, പക്ഷേ മാറി മാറി പോകാം, വ്യതിചലിച്ചു പോകാം. പക്ഷേ എങ്കിലും തിരിഞ്ഞു വരുമ്പോൾ, കർത്താവിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ ദൈവം അവരെ എത്രത്തോളം സഹായിക്കുന്നു, അനുഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ വിശുദ്ധന്മാര്, അവരുടെ ശുശ്രൂഷകൾ, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നത് അത് അങ്ങനെ തൻ്റെ നാമത്തോട് ദൈവം അല്ലെങ്കിൽ അവർ കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതി ഉള്ളവനല്ല ദൈവം എന്ന് ഇവിടെ പറയാണ് 10-ാം വാക്യത്തിൽ. എന്നിട്ട് പറയണം, എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്കൊരു അധ്വാനമുണ്ട്. അവസാനത്തോളം ആ ഉത്സാഹം കാണിക്കാൻ അവസാനത്തോളം നമ്മൾ ധ്വാനിക്കണം. നമ്മൾ ആദ്യം സന്തോഷത്തോടെയൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്ന, പക്ഷെ കുറെ കഴിയുമ്പോൾ മന്ദീഭവിച്ചു പോകാം. ആരംഭിക്കുന്നവനല്ല, നല്ല ഓട്ടം ഓടി തികക്കുന്നവനാണ് കിരീടം. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ ശുഭമേറിയ കാര്യങ്ങൾ, ദൈവം രക്ഷയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ ഇവിടെ പൗലോസ് പറയാണ്, ഇല്ലെങ്കിൽ എബ്രായ ലേഖനം പറയുകയാണ്, ശുഭമേറിയത് രക്ഷയ്ക്ക് ഉതകുന്നത് വിശ്വസിക്കുകയാണ്. അതായത് സത്യസന്ധരായിരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ ആ ഒരു കിരീടം, അല്ലെങ്കിൽ നിത്യരക്ഷ, ആ നിത്യരക്ഷയുടെ പ്രത്യാശ, അത് അവരെ സംബന്ധിച്ച്, സത്യസന്ധരായ ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ച് അത് ഉറപ്പേറിയതാണ്. അതിൽ നിന്ന് അവരിൽ നിന്ന് തട്ടിപ്പറിക്കാൻ പറ്റില്ല. കർത്താവ് പറയുന്നുണ്ട് യോഹന്നാൻ 10-ാം അധ്യായത്തിൽ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ കയ്യിൽ നിന്ന് പറിക്കുവാൻ ആർക്കും കഴിയില്ല. എൻ്റെ കയ്യിലാണ് അവരിയ്ക്കുന്നത്. അപ്പൊ എൻ്റെ ആടുകൾ എൻ്റെ കയ്യിലാണ്. അപ്പം ദൈവത്തിന്റെ ജനത്തെ സംബന്ധിച്ച് അവർ വിശ്വസ്തരായി ജീവിക്കുന്നിടത്തോളം കാലം, സത്യസന്ധരായി ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തരായി അവർ ജീവിക്കുന്നിടത്തോളം കാലം അവർ സുസ്ഥിരമായ ഒരവസ്ഥയിലാണ്. നിത്യരക്ഷയുടെ ഉറപ്പ് അവർക്ക് മാറിപ്പോകുന്നില്ല. അവർക്കുള്ള വാഗ്ദാനങ്ങൾ, ദൈവികമായ വാഗ്ദാനങ്ങൾ ഒരിക്കലും നീങ്ങിപ്പോകുന്നില്ല എന്ന് നമുക്ക് കാണാം. കാരണം അവരുടെ അധ്വാനം എന്തിലേക്കാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അവരുടെ ജീവിതം, ദിനംതോറും അവർക്കൊരു അധ്വാനമുണ്ട്. അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ജീവിക്കുകയാണ്. അവർ മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല, അവർ ദൈവത്തിനായി കടന്നുപോവുകയാണ്. ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, 2 പത്രോസ് 1-ന്റെ 10-ാം വാക്യം, അവിടെ നമ്മൾ ഓർപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും. വിശ്വാസികളോടാണ് ഈ പറയണത്. കർത്താവിലേക്ക് വന്നവരോടാണ്, പാപങ്ങൾ കഴുകപ്പെട്ട് പുതിയ സൃഷ്ടിയായി തീർന്നവരോടാണ് ഈ പറയണത്. അവരെ പ്രബോധിപ്പിക്കുന്ന ചില വാക്യങ്ങൾ നമുക്ക് അതിന്റെ 3-ാം വാക്യം തൊട്ടും നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. ഇതാണ് നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന കാര്യം. ഇതാണ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ. ആരുടെ സ്വഭാവമാണ് ദിവ്യ സ്വഭാവം? കർത്താവ് യേശുവിന്റെ ആ ദിവ്യ സ്വഭാവത്തോട് കൂട്ടാളികളായി തീരുവാൻ നമ്മൾ വിളിച്ചിരിക്കുന്നു, വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ദൈവം. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹം കഴിച്ചിട്ട് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുക. അധ്വാനം ഉണ്ടായി. നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്കിത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല.
ഇതിന് വേണ്ടി മനഃപൂർവ്വം നമ്മുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടേണ്ടത് മനഃപൂർവ്വമാണ്. ദൈവത്തിന്റെ വചനം വായിക്കുന്നത് മനഃപൂർവ്വമാണ്. നാം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും അവന്റെ വചനത്തിലെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനെന്ന് സങ്കീർത്തനം 1 പറയുന്നത് അതുകൊണ്ടാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. കാരണം അവനൊരു വേരുണ്ട് ആറ്റരകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തവുമായ വൃക്ഷം പോലെ ഇരിക്കുവാൻ. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നു. അവിടെ നമ്മൾ ഓർപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് എന്നും ദൈവത്തിന്റെ വചനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് എന്നും വായിക്കുകയും അതിലേക്ക് അധികം ഗ്രഹിക്കാനായിട്ട് നമ്മളെ തന്നെ മനഃപൂർവ്വമായി നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയത്തോട് സ്ഥിരതയോട് ഭക്തിയോട് സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇത് കൂട്ടിക്കൊള്ളുവാൻ, ഒന്നിനോടൊന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ അനുദിനം അവന്റെ പ്രയത്നം, അവന്റെ അധ്വാനം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ മുമ്പോട്ട് പോകുവാൻ അവൻ മനഃപൂർവ്വം ശ്രമിക്കുന്നതിലൂടെയാണ് ഈ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. 8-ാം വാക്യത്തിൽ പറയുന്നത്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. അപ്പൊ വീണ്ടും ഓർപ്പിക്കുകയാണ്, ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. അപ്പൊ അധ്വാനിക്കാനാണ് പറഞ്ഞത്, ഉത്സാഹം അതിനുവേണ്ടി. എന്നിട്ട് പറയണത്, അവയില്ലാത്തവനോ എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യാത്തവനോ കുരുടൻ. അപ്പം നമുക്ക് യഥാർത്ഥത്തിലുള്ള ശരിയായ ഒരു ജീവിതത്തിന്റെ കർത്താവ് യേശുവിനെ പോലെ നമുക്കൊന്ന് ആകാൻ, ദിവ്യ സ്വഭാവത്തോട് നമുക്കൊന്ന് കൂട്ടാളി ആകാൻ കഴിയണമെങ്കിൽ അതിനുവേണ്ടി സമയം കൊടുക്കണം. വായിക്കണം, ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കണം. കൂടുതൽ കർത്താവിനോട് അവനെ പോലെ ആകുവാൻ നമ്മൾ അധ്വാനിക്കണം, പരിശീലിക്കണം. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാവങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അപ്പൊ പാപങ്ങളിൽ നിന്ന് കഴുകപ്പെട്ടവരോടാണ് ഈ പറയണത്. പാപങ്ങളിൽ നിന്ന് കഴുകപ്പെട്ട് കർത്താവിലേക്ക് വന്നിട്ടും ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ അവർ കാഴ്ചയില്ലാതെ പോവുകയാണ്. കുരുടനും ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ എന്നിട്ടാ പറയണത്. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രബോധിപ്പിക്കുന്ന കാര്യം ഇതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും. അതുകൊണ്ട് കർത്താവിലേക്ക് വന്നിട്ടും വീണ്ടും തിരിച്ചു പോകാൻ ആളുകൾക്ക് അവസരമുണ്ട്. വീണ്ടും തിരിച്ചു പോകാം. രക്ഷ നഷ്ടപ്പെടുത്തി കളയാൻ ഇല്ലെങ്കിൽ ഈ ലോകത്തിൽ പാപം നിങ്ങളുടെ വാതിൽ കിടക്കണമെന്ന് പറഞ്ഞ പോലെ, നീ അതിനോട് കീഴടക്കണമെന്ന് കൈയിനോട് ദൈവം പറഞ്ഞ പോലെ, നമ്മുടെ ജീവിതത്തിൽ വീണു പോകാൻ സാധ്യതകൾ, നമുക്ക് ഈ അപകടം പിടിച്ച ഒരു ലോകത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. കെയർഫുൾ ആയിരിക്കണം. യേശു വളരെ കെയർഫുൾ ആയിട്ടാണ് ലോകത്തിൽ ജീവിച്ചത്. ജാഗ്രതയുള്ളവനായിട്ടാണ് യേശു ജീവിച്ചത്. അവൻ പാപം ചെയ്തില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പത്രോസ് എഴുതി വെച്ചേക്കണം. അപ്പം അതുകൊണ്ട് അവൻ നടന്നതുപോലെ നടക്കാനായിട്ട് നമുക്ക് ഒരു അവസരം തരികയാണ് ഭൂമിയിൽ. അതുകൊണ്ട് ഇവിടെ പിന്നെയും പറയാണ്, അങ്ങനെ നിങ്ങൾ എബ്രായ ലേഖനത്തിലെ 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, അപ്പം 12-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. അപ്പൊ വിശ്വാസത്താലും, അപ്പൊ ഇവിടെ പറയണമെന്നുണ്ട്, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. അപ്പൊ മന്ദതയുള്ളവരാകുന്നത് എന്തുകൊണ്ടാണ്? ഇതൊന്നും നമ്മൾ ചെയ്യാതെ വരുമ്പോഴാണ്. അപ്പൊ മന്ദത ശരിക്കും അധ്വാനത്തിന്റെ ഓപ്പോസിറ്റാണ്. നമ്മൾ ഒരു മന്ദീഭവിച്ച് കടന്നു പോവുക. അതേസമയത്ത് ഉത്സാഹത്തോട് പോകുന്നത്, തീക്ഷ്ണതയോട് പോകുന്നത്,
അപ്പം ഈ ദൈവം എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? മന്മതയാണോ? അപ്പം മന്മതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും. വിശ്വാസം ദീർഘക്ഷമ. എടുത്തിയാടുക, പെട്ടെന്ന് കോപിക്കാനും ഒക്കെ നമുക്ക് പെട്ടെന്ന് കഴിയും. ഒരു സന്ദർഭം വരുമ്പോൾ, ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ മാറിപ്പോകാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ മനഃപൂർവ്വം നമ്മുടെ മനസ്സിനെ ഒരുക്കി മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് അവിടെ ദീർഘക്ഷമ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അവിടെ ഒരാളെ ശപിക്കുന്നതിന് പകരം, കോപിക്കുന്നതിന് പകരം അനുഗ്രഹിക്കാൻ പറയാൻ പറ്റും. ഇതൊരു പരിശീലനമാണ്. നിങ്ങൾ പരിശീലിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. നിങ്ങൾ ചെയ്യുന്നതൊന്നും, ദൈവത്തെ പ്രതി നിങ്ങൾ ചെയ്യുന്നതൊന്നും മറന്നുകളയാൻ ദൈവം അനീതിയുള്ളവനല്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതിന് ദൈവത്തിന് നന്ദി. ദൈവം ഒരിക്കലും അവിശ്വസ്തത കാണിക്കുന്നില്ല. ദൈവം ഒരിക്കലും അനീതിയുള്ളവനല്ല. നമ്മൾ എന്ത് ചെയ്താലും അവൻ്റെ മഹത്വത്തിനായി നാം ചെയ്യുന്നതൊന്നും ദൈവം മറക്കുന്നില്ല. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാൽ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം ദൈവം ഒരിക്കലും മറക്കുന്നില്ല എന്ന് ദൈവം പറയണം. അവിടെ നമുക്ക് കാണിച്ചിരിക്കണം. ഇവിടെ കാരണം ദൈവത്തിൻ്റെ ജനമെന്ന നിലയിൽ നാം ജനമെന്ന നിലയിൽ നാം എവിടേക്കാണ് കടന്നു പോകുന്നത്? നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് ഇപ്രകാരം നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു ലക്ഷ്യബോധത്തിലൂടെ നമ്മൾ ജീവിക്കുന്നത് ആരെ പോലെ ആകണം എന്നുള്ളതാണ്. യേശുവിനെ പോലെ ആകണം. യേശുവിനെ പോലെ ആകാനാണ് ഇതെല്ലാം ചെയ്യുന്നത് തന്നെ. അപ്പൊ ദൈവത്തിന് അതറിയാം. തൻ്റെ മക്കള് തൻ്റെ മുമ്പിൽ എന്താ ചെയ്യുന്നതെന്ന് ദൈവത്തിന് അറിയാം. മറ്റുള്ള മനുഷ്യരാരും ചിലപ്പോൾ മനസ്സിലാക്കിയെന്ന് വരില്ല. അത് വേറെ ആർക്കും അത് തിരിച്ചറിയാനോ ബോധ്യപ്പെടാനോ പറ്റിയില്ലെങ്കിൽ പോലും ദൈവത്തിന് അതറിയാം. അത് നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്ത് ചെയ്താലും അത് എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് കാണുന്നു, അവൻ അറിയുന്നു. അതാണ് നമുക്ക് ആശ്വാസവും സന്തോഷവും നൽകുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് തന്നെ. എഫെസ്യ ലേഖനത്തിൽ നമ്മൾ ഈ ലോകത്തിൽ ഭൂമിയിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ, പ്രത്യേകിച്ച് നമ്മൾ വീണ്ടും ജനിച്ചത്, നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചു മൂടി, പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടി തന്നെ ഉരിഞ്ഞു കളഞ്ഞ് കർത്താവ് യേശുവിനെ നമ്മൾ ധരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എന്തിനാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നെ ആ പഴയ മനുഷ്യനെ പൂർണ്ണമായിട്ടും അടക്കം ചെയ്തുകൊണ്ട് അവനോടുകൂടി എന്നെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച് ക്രിസ്തുവിനോടുകൂടി സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. അപ്പം ആ കാര്യത്തിൽ നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. ക്രിസ്തുയേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു നമ്മളെ. എന്നിട്ടാണ് പറയണത് 10-ാം വാക്യത്തിൽ പറയുകയാണ്, എഫെസ്യ ലേഖനം 2:10, നാം അവന്റെ കൈപ്പണിയാണ്, അവന്റെ മാസ്റ്റർ പീസാണ് നാം. ഇത് ദൈവത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് നമ്മളാണ്. അവിടെ സൂര്യചന്ദ്രന്മാരല്ല ദൈവത്തിന്റെ മാസ്റ്റർ പീസ്. ഈ പ്രപഞ്ചഗോളങ്ങൾ ഒന്നും തന്നെയല്ല ദൈവത്തിന്റെ മാസ്റ്റർ പീസ്. ദൈവത്തിന്റെ മാസ്റ്റർ പീസ് അവൻ പ്രത്യേകമായി അവൻ കേന്ദ്രീകരിച്ച് പണിതുകൊണ്ടിരിക്കുന്ന പുതിയ സൃഷ്ടിയാണ് അവന്റെ മാസ്റ്റർ പീസ്. അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കിയെടുക്കുന്ന തൻ്റെ സ്വന്തം മക്കളാണ് അവന്റെ മാസ്റ്റർ പീസ്. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഒരു പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട്. എന്തിനായി സൃഷ്ടിക്കപ്പെട്ടു? നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാനല്ല. സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനെ ഏറ്റുപറഞ്ഞ് പാപങ്ങളെ കഴിക്കൽ സ്നാനമേറ്റ് അതോടുകൂടി ഇനി നമുക്ക് എങ്ങനെ ജീവിക്കാം, ഇനി നമ്മൾ ഈ ലോകത്തിൽ എന്തും നമുക്ക് എവിടെ പോയാലും കുഴപ്പമില്ല, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്.
നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ടാണ് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവന്റെ ആ ദിവ്യ സ്വഭാവത്തോടെ, നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ച പോലെ ദിവ്യ സ്വഭാവത്തോട് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അവന്റെ പരിജ്ഞാനത്താൽ, അവന്റെ ദിവ്യശക്തി നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തു തരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം അവന്റെ മാസ്റ്റർ പീസ് അല്ലെങ്കിൽ അവന്റെ കൈപ്പണിയായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ട് നാം ചെയ്തു പോരേണ്ടതിനെ ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. നാം ചെയ്തു പോരേണ്ടതിനെ. അപ്പൊ അതുകൊണ്ട് നാമാണ് ചെയ്യേണ്ടത്, വേറൊരാളല്ല എനിക്ക് വേണ്ടി ചെയ്യേണ്ടത്. നമുക്ക് ഓരോരുത്തർക്കും ഫലം കായ്ക്കേണ്ടത് ഞാനാണ്. എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യക്കോ എൻ്റെ മക്കൾക്കോ എൻ്റെ അപ്പനോ ആർക്കും പകരക്കാരാകാൻ പറ്റില്ല. ആരും എനിക്ക് വേണ്ടി ഒന്നും ആകാൻ പറ്റില്ല. ഞാൻ ആർക്കു വേണ്ടി ആകാൻ പറ്റില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്, 2 കൊരിന്ത്യർ 5:10 പറയണതാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പായി വെളിപ്പെടേണ്ടതാണ്. 2 കാര്യങ്ങളുണ്ട് തക്കവണ്ണം പ്രാപിപ്പാൻ. അതുകൊണ്ട് നമുക്ക് നീതിയാണ് കിട്ടണമെങ്കിൽ, ഇല്ലെങ്കിൽ നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിൽ അതിനുള്ള പ്രതിഫലം ദൈവം വെച്ചിട്ടുണ്ട്, ദൈവം ഒരുക്കിയിരിക്കുകയാണ്. അതാണ് ദൈവം എല്ലാവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്നെ. നാം ശരീരത്തിലിരിക്കുമ്പോൾ അതിനാണ് നമ്മളെ പുതിയ സൃഷ്ടി ആക്കിയത്. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ പുതിയ സൃഷ്ടി ആയിരിക്കാലാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒരു വ്യക്തി പുതിയ സൃഷ്ടി ആകാൻ വേണ്ടിയിട്ടല്ല. പുതിയ സൃഷ്ടി നമ്മൾ ആകണ എപ്പോഴാണ്? പഴയ മനുഷ്യന്റെ അടക്കം. നാം സ്നാനത്തിൽ കർത്താവിനോടുകൂടി നമ്മൾ മരിച്ചു അടക്കപ്പെട്ട് നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചു മൂടി പൂർണ്ണമായിട്ടും യേശുവിനോടുകൂടി ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയാണ് നാം ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചെന്ന മാതൃക, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ യേശു ജീവിച്ചത്, ലോകത്തിൽ യേശു നടന്നു പോയത്, അവൻ നമ്മുടെ മുമ്പിൽ മാതൃക കാണിച്ചത്, അവനെ പോലെ ജീവിക്കാൻ 1 കൊരിന്ത്യർ 2:16 കാണുന്ന പോലെ നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. നമ്മള് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണെന്ന് ആ വാക്യം പറയുന്നു. കർത്താവ് ചിന്തിക്കുന്നത് എന്തായിരിക്കും? യേശു എന്താണ് ചിന്തിച്ചത്? യേശു എന്താണ് പ്രവർത്തിച്ചത്? യേശു ആരുടെ ഇഷ്ടം ചെയ്യാനാണ് ഈ ലോകത്തിൽ വന്നത്? എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തീർക്കണം. അതാണ് യേശു ആഗ്രഹിച്ചത്. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടമല്ല, ഞാൻ സ്വയമായിട്ടല്ല, എൻ്റെ പിതാവ് എപ്പോഴും എൻ്റെ കൂടെ, എപ്പോഴും എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഇരിക്കുന്നു. ഈ ഒരു കാഴ്ച നമുക്ക് ഒരു പുതിയ സൃഷ്ടി എന്ന നിലയിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഈ ഒരു കാഴ്ച എപ്പോഴും ഉണ്ടാകാം. ഈ ഒരു കാഴ്ച ഉണ്ടാകണം. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് ആ ബോധം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ദൈവവചനം നമ്മൾ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് എൻ്റെ ദൈവം, എൻ്റെ പിതാവ്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരിക്കുന്നു, എൻ്റെ ഉള്ളിൽ അവൻ വസിക്കുന്നു. നമ്മൾ നേരത്തെ പാടിയതുപോലെ വാഴുന്നു, അവൻ എൻ്റെ ജീവിതത്തിൽ വാഴുന്നു. ഞാനൊരു തീർത്ഥയാത്രയിലാണ്. ആ തീർത്ഥയാത്രയിൽ എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം സാന്ത്വനമേകുന്നവൻ എന്നിൽ വാഴുന്നു. അപ്പം ജീവിതത്തിൽ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ വാഴുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ആ സന്തോഷത്തിലാണ് ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവനെപ്പോലെ അനുരൂപരാകാൻ, അവൻ ചെയ്തതുപോലെ ചെയ്യാൻ സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മളെ ക്രിസ്തുയേശുവിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് കാണാം. ഫിലിപ്പിയർ 2:12 നമ്മൾ വായിക്കുമ്പോൾ, ഫിലിപ്പിയർ 2:12 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന ഇതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഒരിക്കലും നമ്മൾ രക്ഷ പ്രാപിപ്പാൻ വേണ്ടി, പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ, വീണ്ടും ജനിക്കാൻ, ഒരു പുതിയ സൃഷ്ടിയാകാൻ
കർത്താവിന്റെ വചനം കേട്ടു, മാനസാന്തരപ്പെട്ടു, യേശുവിനെ ഏറ്റുപറഞ്ഞു, പാപങ്ങളെ കഴുകിക്കളയുവാൻ സ്നാനമേറ്റു, പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കാൻ. അവരോട് പറയാണ്, അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ വീണ്ടും. കാരണം മുമ്പോട്ട് ആ ദിവ്യ സ്വഭാവത്തിൽ വളരാനും ക്രിസ്തുവിനെ പോലെ അനുരൂപരാകാനും അവൻ നടന്ന പോലെ നടക്കാനും ആ കാഴ്ചയോട് പിന്തുടരുവാനും സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ സൽഗുണപൂർണ്ണരാകുവാനും ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് താഴെ പറയുന്ന ഫിലിപ്പിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 1 ആദ്യം പറഞ്ഞ് നിങ്ങളുടെ രക്ഷയ്ക്കായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പറഞ്ഞു. എന്നിട്ട് താഴേക്ക് പറയാണ്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. 14-ാം വാക്യത്തിൽ പറയും, ഫിലിപ്പിയർ 2:14, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിനെ എല്ലാം പിറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ദൈവത്തിന്റെ മക്കൾക്കൊരു പരിശീലനമുണ്ട്. ഉത്സാഹത്തോടും തീക്ഷ്ണതയോടും കൂടെ മുമ്പോട്ട് പ്രവർത്തിപ്പാൻ അധ്വാനമുണ്ട്. ഇവിടെ നമ്മൾ അധ്വാനിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനാണ്. നമുക്ക് വേണ്ടി ഒരു കാര്യസ്ഥൻ, ഒരു മഹാപുരോഹിതൻ മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം സ്വർഗത്തിൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവൻ ഈ ലോകത്തിൽ അധ്വാനിച്ച് താൻ ജാഗ്രതയോടുകൂടിയാണ് ജീവിച്ചത്. പിതാവിനെ പ്രസാദിപ്പിച്ച് ജീവിച്ചു, പിതാവിനെ അനുസരിച്ച് ജീവിച്ചു, പിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായും തികച്ചുകൊണ്ട് കടന്നുപോയി. ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഇന്ന് സ്വർഗത്തിൽ തിരശീലക്കകത്തേക്ക് അവൻ കടന്നുപോയിരിക്കുകയാണ്. തൻ്റെ ആത്മീയ രക്തവുമായി അവൻ അവിടെ മഹാപുരോഹിതന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവിടെ സ്വർഗത്തിൽ തൻ്റെ ആത്മീയ രക്തം തളിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ഒരുക്കി, പാപപരിഹാരം ഒരുക്കി. ഇതെല്ലാം നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കും. ഇബ്രാഹിം ലേഖനത്തിന് തുടർന്നുള്ള അധ്യായങ്ങളിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് പഠിക്കും. ഇന്ന് അവൻ അവിടെ ഇരിക്കുകയാണ് നമുക്ക് വേണ്ടി. അവൻ ആ ദൗത്യത്തിൽ നിന്നുകൊണ്ട് നമ്മളെയും അവൻ ആക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നത് അവനെ പോലെ അനുരൂപരാകുവാൻ. ഇന്ന് നാം 1 പത്രോസ് 2:9 വാക്യപ്രകാരം ഈ അന്ധകാരത്തിന്റെ ലോകത്തിൽ നിന്ന് നമ്മളെ ദൈവം വിളിച്ചത് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമ്മളെ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് നാം. രാജകീയ പുരോഹിത വർഗമാണ്. അവനാ എന്നേക്കുമുള്ള മഹാപുരോഹിതനായി മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനായി സ്വർഗത്തിലേക്ക് പ്രവേശിച്ച അവൻ നമ്മയും പുരോഹിതന്മാരാക്കി. അവനെ ജീവന വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ തന്നെ അർപ്പിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ പ്രസാദകരമായ ഒരു ജീവിതം, പ്രസാദകരമായ യാഗമായി ഓരോ ദിവസവും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ അവൻ നമുക്ക് വേണ്ടി മുന്നമേ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എന്നിട്ട് വരാൻ പറയണം. അവിടേക്ക് വരാനാ പറയണത്. നിങ്ങളുടെ അതായത് ധൈര്യത്തോടുകൂടി പരമാർത്ഥ ഹൃദയത്തോടുകൂടി അടുത്തു വരാൻ പറയണേ നമ്മളോട്. അടുത്ത അധ്യായങ്ങളിൽ നമ്മൾ അത് പഠിക്കും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ കാണുന്നത് നമ്മൾ ഏറ്റവും അധികമായി നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പറയാണ്. രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിനാണ് പറയണത്. നമുക്ക് ചെയ്യാനാണ് പറയണത്. കാരണം സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മളെ ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ കർത്താവ് പഠിപ്പിച്ച പോലെ ഇത് ഇടുക്കും ഞെരുക്കുമുള്ള വഴിയാണ്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണിത്. ഇതിലേക്ക് പോകാൻ എബ്രായ ലേഖനം 6:10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഒന്നുകൂടി നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 6:10 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളയാൻ അനീതിയുള്ളവനല്ല. അപ്പൊ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് തന്റെ മക്കളുടെ അനുസരണം, സമർപ്പണം, തന്നെത്താൻ ത്യജിച്ച് കർത്താവിനെ അനുസരിക്കുന്നത് അല്ലെങ്കിൽ അനുഗമിക്കുന്നത്, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാൽ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല ദൈവം. അതിനായിട്ടാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്.
അവനെപ്പോലെ ആക്കാൻ, അവൻ എന്താണോ ആയിരുന്നത് അവനെപ്പോലെ ഒന്ന് ആക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നല്ല പോർ പൊരുതാനും ഓട്ടം തികക്കാനും ഉത്സാഹം കാണിക്കാനായിട്ട് പറയണം. അതാണ് അവിടെ പറയണത്. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് 11-ാം വാക്യത്തിൽ പറഞ്ഞത്. എബ്രായർ 6:11. 12-ാം വാക്യത്തിൽ പറയുമ്പോൾ, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. അപ്പം നമ്മൾ ആരുടെയെല്ലാം അനുകാരികളായി മാറുകയാണ്? വിശ്വാസത്താൽ നല്ല ഓട്ടം ഓടിയവരുടെ, വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയവരുടെ പുറകെ നമ്മളും പോവുകയാണ്. അവരോടി അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അകത്തേക്ക് അവർ പ്രവേശിച്ചു. നമ്മളോടും പ്രവേശിക്കാൻ നമ്മളെ ഉത്സാഹിപ്പിക്കണം. നമ്മളൊന്ന് നോക്കാം. എബ്രായ ലേഖനം 11:7 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നമുക്ക് മുമ്പേ ഓടിയ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ കാലത്ത് ഓടിയ ഒരാളാണ് നോഹ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായി ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. നമ്മൾ അവരെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ, അബ്രഹാം ആയാലും നോഹയായാലും ഹാനോക്കായാലും അവരുടെ എല്ലാം ജീവിതത്തിൽ അവർക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ കിട്ടിയിട്ടുള്ളൂ. ബൈബിളിലെ ചില പേജുകൾ, ആ ഉൽപ്പത്തി പുസ്തകത്തിലെ ചില പേജുകളിലുള്ള അറിവുകൾ മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ അവര് അതിനെ കൊണ്ട്, ആ അറിവ് കൊണ്ട് അവർ നല്ല ഓട്ടം ഓടി. ആ കിട്ടിയ അറിവിൽ അവർ വിശ്വസ്തരായിരുന്നു. അവർ ഓട്ടം തികച്ചു. നമ്മളെപ്പോലെ വലിയ കൂടുതൽ അറിവ് കിട്ടിയവരല്ല അവർ. ഇന്ന് നമുക്ക് യേശുവിൻ്റെ മാതൃകയുണ്ട്. യേശുവിൻ്റെ ജീവിതം നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോസ്തലന്മാർ ജീവിച്ച് ഓടിയത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് പുതിയ നിയമത്തിലുള്ള മുഴുവൻ അറിവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ലഭിച്ച നമ്മെ പോലെ അല്ല അവര്. അന്ന് അവർക്ക് കിട്ടിയതിൽ അവർ വിശ്വസ്തരായി ജീവിച്ചപ്പോൾ അവർ വാഗ്ദത്തത്തിന്റെ അവകാശികളായി മാറിയപ്പോൾ, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നെന്ന് നോഹയെ കുറിച്ച് പറയുന്നു. അകത്തേക്ക് പ്രവേശിക്കാൻ അവർക്ക് കഴിഞ്ഞു. 1 പത്രോസ് 1:3 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, 1 പത്രോസ് 1:3 നമുക്ക് ഇങ്ങനെ കാണാം: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി, എന്നിട്ട് താഴെ പറയാണ്, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മളെ വീണ്ടും ജനിപ്പിച്ചതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പം എന്തിനാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്? താഴെ പറയാണ് 6 മുതൽ 7 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അപ്പോൾ തീയിലൂടെ അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. അപ്പം ജയിക്കുന്നവർക്കാണ്. നമ്മൾ ജയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ നമ്മൾ പൊന്നിനെ പോലെ പുറത്തേക്ക് ശോധന കഴിച്ച് പുറത്തേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പരാജയപ്പെടാനല്ല, കൂടുതൽ ശക്തിയോടുകൂടി അവനെ തിളങ്ങുന്ന, ജ്വലിക്കുന്ന, പൊന്നിനേക്കാളും മികച്ചതായ ഒന്നായി പുറത്തേക്ക് വരുവാൻ ദൈവം നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ പരിശുദ്ധാത്മാവിൽ, അവൻ്റെ വചനത്തിലൂടെ നമ്മൾ അനുസരിക്കുമ്പോൾ, നമ്മൾ അവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുമ്പോൾ, അവൻ പറയുന്നത് പോലെ നമ്മൾ
ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് മനഃപൂർവ്വം നമ്മളെ തന്നെ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ മനഃപൂർവ്വമായി കർത്താവിനെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ എന്തിലേക്ക് എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ ഓർപ്പിക്കണം. അതുകൊണ്ട് അവസാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ എബ്രായ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടി നമ്മൾ വായിക്കുമ്പോൾ അബ്രാഹാമിനെ കുറിച്ച് കാണിക്കുന്നു അവിടെ. അതേപോലെ ഇപ്പം നമ്മൾ കണ്ടതുപോലെ നോഹയായാലും അബ്രഹാം ആയാലും ഇവരെല്ലാം അവർക്ക് കിട്ടിയതിൽ അവർ വിശ്വസ്തരായി നിന്നുകൊണ്ട് അവരത് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവം പറഞ്ഞത് വിശ്വസിച്ചവർ, ദൈവം പറഞ്ഞത് അനുസരിച്ചു. അങ്ങനെ അവരുടെ ആ പ്രത്യാശയിലേക്ക് ആ ദൈവം നൽകിയ പ്രത്യാശയിലേക്ക് അവർ മുമ്പോട്ട് പോയി എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കാം. അതിൻ്റെ അവസാന ഭാഗത്തേക്ക്, എബ്രായ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമ്മൾ അങ്ങനെ നമ്മുടെ മുമ്പിൽ, അത് നേരത്തെ അബ്രാഹാമിൻ്റെ കാര്യമൊക്കെ വെച്ചിട്ട് കാണിച്ചു തന്നിട്ട് നമ്മളെക്കുറിച്ച് പറയും. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കുവാൻ ഇടവരുന്നു. എന്നിട്ട് പറയണേ, ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശീലക്കകത്തേക്ക് കടക്കുന്നതുമാണ്. അവിടേക്ക് യേശു മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ മുമ്പിൽ ഒരാളെ കാണിച്ചു തരികയാണ് ആദ്യം. നമുക്ക് വേണ്ടി മുമ്പുകൂട്ടി തന്നെ, നമ്മളെക്കാൾ മുമ്പ് ഒരാൾ അവിടേക്ക് പ്രവേശിച്ചു. മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം കർത്താവായ യേശു മുമ്പുകൂട്ടി അവിടേക്ക് പ്രവേശിച്ചു. അപ്പം നമ്മുടെ പ്രത്യാശ നാം അപ്പുറത്തേക്ക് വെക്കുമ്പോൾ സ്വർഗത്തിൽ, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നതാണ്, ക്രിസ്തുവിനോടുകൂടി എടുത്തുവെച്ചിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. കപ്പലുകള് കാറ്റിലും കോളിലും പെട്ട് മറിയാതിരിക്കാൻ, ഒഴുകിപ്പോകാതിരിക്കാൻ, അതിന് അപകടം വരാതിരിക്കാൻ നങ്കൂരം, അതിൻ്റെ നങ്കൂരം ആഴത്തിലേക്ക് ഇറക്കിയിടുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിലും ആടിയുടയാതിരിക്കാൻ, ഒഴുകിപ്പോകാതിരിക്കാൻ, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കാൻ, നിശ്ചയമുള്ളവരായിരിക്കാൻ, സ്ഥിരതയുള്ളവരായിരിക്കാൻ നമുക്ക് വേണ്ടി മുൻകൂട്ടി പ്രവേശിച്ചിരിക്കുന്ന മഹാപുരോഹിതനായ കർത്താവ് യേശു സ്വർഗത്തിൽ തിരശീലക്കകത്ത് പ്രവേശിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ നങ്കൂരം, ഒരു മനുഷ്യനത് കാണാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ ടൈറ്റ് നമുക്കറിയാം. ഒരു കുട്ടി പട്ടം പറപ്പിക്കുമ്പോൾ മേഘത്തിൻ്റെ അപ്പുറമായിരിക്കും ചിലപ്പോൾ പട്ടം നിൽക്കുന്നത്, അത് കാണാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ അതിൻ്റെ ചരടിൻ്റെ ടൈറ്റ് നമുക്കറിയാം. ആ പട്ടം എൻ്റെ കയ്യിൽ നിൽപ്പുണ്ട്. അതുപോലെ നമ്മുടെ നങ്കൂരം, നമ്മുടെ വിശ്വാസത്തിൻ്റെ നങ്കൂരം, പ്രത്യാശയുടെ നങ്കൂരം യേശു സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നതിലൂടെ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുന്നതിലൂടെ. ഇത് ദിനംപ്രതിയുള്ള പരിശീലനമാണ്. ഇത് ദിനംപ്രതിയുള്ള നമ്മുടെ സ്വഭാവമാണ്. ഇത് പരിശീലനമാണ്. ഇത് തിരഞ്ഞെടുപ്പാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളാണ്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഇതാണ് നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരം എന്നിവിടെ ഉറപ്പിക്കുകയാണ്. അവിടേക്ക് കർത്താവായ യേശു മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. 2-19 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നത് ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ നങ്കൂരം തന്നെ. അത് നിശ്ചയമാണ്, സ്ഥിരമാണ്, തിരശ്ശീലക്കകത്തേക്ക് കടന്നേലെന്നാണ്. അതിലാണ് നമ്മൾ ഉറപ്പ് നിൽക്കുന്നത്. അതുകൊണ്ട് യേശു നമുക്ക് വേണ്ടി അവിടേക്ക് പ്രവേശിച്ചുകൊണ്ട് അവൻ ഒരു മഹാപുരോഹിതനാണെന്ന്, അവൻ നമുക്ക് വേണ്ടി എന്നേക്കുമുള്ള വീണ്ടെടുപ്പൊരുക്കിയ മഹാപുരോഹിതൻ, എന്നേക്കുമുള്ള വീണ്ടെടുപ്പിനുള്ള രക്തം തളിച്ച മഹാപുരോഹിതൻ, തന്നെ തന്നെ അർപ്പിച്ച യാഗം, ആ യാഗത്തിലൂടെ
ആ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ശുശ്രൂഷയിലൂടെ അവിടുന്ന് നമുക്ക് നമ്മുടെ ദുർമനസാക്ഷി മാറി നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തേക്ക് വരാൻ പറയുകയാണ്. ഇന്ന് കർത്താവിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് നമ്മളെ ആഹ്വാനം ചെയ്യുന്ന, കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ നമുക്കിന്ന് പ്രവേശനം തന്നിരിക്കുക. തിരശ്ശീലൊക്കെ വലിച്ചു കീറിക്കളഞ്ഞ ദൈവം അവന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ വാതിൽ തുറന്നു. ഇന്ന് നാമും ദൈവം ഒരു മുറിയിലാണ്. ഇന്ന് നാമും അവനും ഒരു മുറിയിലാണ്. അവനുമായുള്ള ബന്ധത്തിലേക്ക്, അവനുമായിട്ടുള്ള പ്രവേശനത്തിലേക്ക് നമുക്ക് ദൈവം വഴി തുറന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാനല്ല, നമ്മളെ കർത്താവ് ഓർപ്പിക്കുന്ന പോലെ നമുക്ക് അവസാനമായിട്ട് ലൂക്കോസ് 13-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 13:24 കാണാൻ സാധിക്കുന്നത്, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ, പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ഇടുക്കുവാതിലൂടെ കടപ്പാൻ, പോരാടാനാണ് പറയുന്നത്. ഇതൊരു പോരാട്ട ജീവിതമാണ്. മത്തായി 7-ാം അധ്യായത്തിലും ഓർമ്മിപ്പിക്കുന്നതാണ്. ഇടുക്കവും ഞെരുക്കമുള്ള വഴിയാണ്, ഇടുക്കവും ഞെരുക്കമുള്ള വാതിലാണ്. വിശാലമായ വഴിയിലൂടെ അനേകർ പോകുന്നുണ്ട്. ഇത് ഇടുക്കവും ഞെരുക്കമുള്ള ഒരു വാതിലാണ്, വഴിയാണ്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. അത് എങ്ങനെയാണെന്നുള്ള താഴെ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, കർത്താവ് കർത്താവ് എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ആരാണ് ബുദ്ധിയുള്ള മനുഷ്യൻ? താഴെ പറയുന്നു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ ഇന്ന് ഓർപ്പിക്കുന്നത് വിജയിക്കുന്നവരായി തീരുവാൻ നമ്മളെ ഉത്സാഹിപ്പിക്കുകയാണ്. ഇവിടെ എബ്രായ ലേഖനൻ ദൈവത്തിന്റെ സന്നിധിയിൽ സത്യസന്ധരായ ആൾക്കാരെ അവരെ ദൈവം മാനിക്കുന്നുവെന്നും ദൈവം അവരെ മറക്കുന്നില്ല എന്നും, അതുകൊണ്ട് വീണ്ടും നിങ്ങൾ അധികം ഉത്സാഹത്തോടെ പോകാൻ പറയണേ. നിങ്ങളുടെ നങ്കൂരം, നമുക്കുള്ള നങ്കൂരം സ്വർഗത്തിൽ അവിടെ ഉണ്ട്. നമ്മളവിടെ നങ്കൂരത്തിൽ ഉറപ്പിക്കപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഒഴുകിപ്പോകില്ല എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. ദൈവത്തിന് നന്ദി കരയറ്റിയാണ് എബ്രായ ലേഖനത്തിലൂടെ നമുക്ക് നൽകുന്ന ആ വലിയ പ്രബോധനം, ആ പ്രബോധനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കൂടുതൽ ശക്തിയോടുകൂടി നിൽക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കട്ടെ, നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.